അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എങ്ങനെയാണ് മനുഷ്യനെ ഉന്നത കുല ജാതർ അല്ലാത്തവർ എന്നൊക്കെ ഈ കാലഘട്ടത്തിലും കാണാൻ കഴിയുന്നത്? അത് ഉത്തരം പറ. അത് പറങ്ങട് മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. മുതലാളി, ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. മധു, ഞാൻ രണ്ടിനും വിശദമായിട്ട് തന്നെ മറുപടി പറയാം. ഇടപെടരുത് എന്നൊരു അപേക്ഷയുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. ഇവിടെ നമ്മൾ ഉന്നത കുലജാതൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ എന്ന് വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെ മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപി എന്തിനാണ് ഇത് പിൻവലിച്ചത് എന്നുള്ള കാര്യം. ബെസ്റ്റ്. ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. നമ്മുടെ നാട്ടിലെ ഈ ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ആ ഉച്ചനീചത്വം ഉള്ളത് കൊണ്ടാണ് ഉന്നത കുല ജാതർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാവുന്നത്. ആ വേർഡ് 2025 നിന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇത് ആരാണ് ഉന്നത കുലം? ഏതാണ് ഈ ഉന്നത കുലം? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ മറ്റുള്ള വകുപ്പുകളും ഭരിക്കണം. അങ്ങനെ ക്രമേണ ഈ ഉച്ചനീചത്വം നമ്മുടെ സമൂഹത്തിൽ നിന്നില്ലാതാകണം. എന്താ വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ. പക്ഷെ ഒരു കേന്ദ്രമന്ത്രി ഈ നാട്ടിൽ ഉന്നത കുല ജാതരുണ്ട് എന്ന് പറയുന്നത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. പൊതുവിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന നാലാളെറിയുന്ന സംഘപരിവാറുകാർ ആരും എന്തുകൊണ്ടോ അവർക്ക് ഇദ്ദേഹത്തെക്കാൾ അല്പം കൂടെ ചിന്താ പദ്ധതി ഉണ്ടായിരിക്കാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതുകൊണ്ടായിരിക്കാം നാലാളറിയുന്ന BJP-ക്കാരും സംഘപരിവാർ പ്രതിനിധികളും ഒന്നും വന്നിട്ടില്ല. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കേരളത്തിൽ പേര് കേട്ടുകേഴ്വികളുള്ള BJP നേതാക്കന്മാർ പോലും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ വഷളത്തരം ഏറ്റെടുക്കാൻ വന്നിട്ടുള്ള ഈ സഹപാനലിസ്റ്റിനെ, അദ്ദേഹത്തിന്റെ വാദങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടെ നമ്മൾ ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതാണ്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. മുമ്പ് ഏതോ ചലച്ചിത്രത്തിൽ ഒരു കഥാപാത്രം പറയുന്ന വാചകം പോലെ എത്രയൊക്കെ വാരിക്കോരി തിരച്ചാലും ചിലപ്പോൾ ഉള്ളിലുള്ള ഫ്രോഡ് പുറത്തേക്ക് വരും എന്നതുപോലെയാണ്. ആ വാചകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയായി നമ്മുടെ നാട്ടിൽ നിന്ന് നിർഭാഗ്യവശാൽ തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ഈ മാന്യന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു പദവിയിൽ ഏതെങ്കിലും ഒരു കുലത്തിലോ ജാതിയിലോ പെട്ടയാൾ വന്നിരുന്നാൽ അത് വേണ്ട, മറ്റൊരു കുലത്തിൽപ്പെട്ടയാൾ വന്നിരിക്കണം എന്ന് പറയാൻ ഇവർക്ക് ആരാണ് അവകാശം നൽകിയത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഇവരാരാണ് കുലവും ജാതിയും നോക്കി ഉന്നതനെന്നും താഴ്ന്നവരെന്നും നിശ്ചയിക്കാൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് ആരാണ് അവകാശം കൊടുത്തത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തിട്ടൂർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 4 മടക്കി കയ്യിൽ വെച്ചാൽ മതി. മുതലും പലിശ ചേർത്ത് കിട്ടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ എന്ന് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം മാനവികത ഉയർത്തിപ്പിടിക്കുന്നവർ പറയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.